പശ്ചിമേഷ്യയിലെ യുദ്ധകളത്തിൽ ഇനി കളി മാറും. ഇതുവരെ കണ്ടത് ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടമായിരുന്നുവെങ്കിൽ ഇനി ലോകം കാണാൻ പോകുന്നത് വൻ ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി റഷ്യയുടെ അത്യാധുനിക ഡൂംസ്ഡേ വിമാനം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ലോകശക്തികളുടെ കൊമ്പുകോർക്കലിലേക്ക് വഴിമാറുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. വെറുമൊരു യുദ്ധവിമാനമല്ല ടെഹ്റാനിലെത്തിയത്. റഷ്യൻ ഭരണകൂടത്തിന്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടുപോളേവ് Tu-214PU ആണ് ഇറാനിൽ ഇറങ്ങിയത്. ലോകമഹായുദ്ധം പോലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആകാശത്തിരുന്ന് രാജ്യത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ റഷ്യൻ പ്രസിഡന്റിനും ഉന്നത സൈനിക മേധാവികൾക്കും വേണ്ടി നിർമ്മിച്ച അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു വിമാനമാണിത്. ശത്രുക്കളുടെ ഏത് സൈബർ ആക്രമണങ്ങളെയും ഭീഷണികളെയും മറികടക്കാൻ ശേഷിയുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. മണിക്കൂറിൽ 850 കിലോമീറ്റർ വേഗതയിൽ ഒറ്റയടിക്ക് 6500 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ള ഈ ഡൂംസ്ഡേ വിമാനങ്ങൾ റഷ്യയിൽ വിരലിലെണ്ണാൻ മാത്രമാണുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ ഇറാന്റെ മണ്ണിലേക്ക് റഷ്യ അയച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കുകയും ഇറാൻ അതിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന അതീവ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് റഷ്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുന്നത്. യുദ്ധത്തിൽ റഷ്യ ഇറാന് പരോക്ഷമായി സഹായം നൽകുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ മറകളും നീക്കി പരസ്യമായി തന്നെ ഇറാനൊപ്പം നിൽക്കുകയാണ് വ്ളാഡിമിർ പുതിൻ. റഷ്യൻ വിമാനം ഇറാനിലെത്തിയതോടെ ഇത് അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. റഷ്യയുടെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ഭൗമരാഷ്ട്രീയ മറുപടി കൂടിയുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ഉക്രൈനെ നിർലോഭം സഹായിക്കുന്നുണ്ട്. ഇതിന് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നൽകുന്ന അതേ നാണയത്തിലുള്ള ഒരു മറുപടിയാണിത്. ഇതോടെ ഇറാൻ എന്ന രാജ്യം ലോകശക്തികൾക്ക് ഏറ്റുമുട്ടാനുള്ള വെറുമൊരു ചെസ് ബോർഡ്, ഒരു ചെസ് ബോർഡ് കളിക്കളം മാത്രമായി മാറുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും ഇരട്ട സൈനിക സംവിധാനത്തിലൂടെ അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന ഇറാനിലെ IRGC ഭരണകൂടത്തിന് റഷ്യയുടെ ഈ പരസ്യ പിന്തുണ വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ അമേരിക്കയും റഷ്യയും പോലെയുള്ള രണ്ട് വൻശക്തികൾ പശ്ചിമേഷ്യയിൽ നേർക്കുനേർ കരുക്കൾ നീക്കുമ്പോൾ അത് പുതിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭയമാണ് ലോകരാജ്യങ്ങൾക്കിടയിലുള്ളത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ ആകാശത്ത് ലോകം കാണാൻ പോകുന്നത് വൻ ശക്തികളുടെ ഇതുവരെ കാണാത്ത തന്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും മഹാപോരാട്ടമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.